ശ്രീ രാധാകൃഷ്ണൻ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലാകും. അതെ അതെ, ഞാനും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലാണ്. പക്ഷേ അവിടെ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരമൊന്നും ഞാൻ കാണുന്നില്ല. ശരിയാണ്. അതിശക്തമായിട്ടുള്ളത് പിന്നെ വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവ് 3 വമ്പന്മാരാണ്. പിന്നെ കഴക്കൂട്ടം BJPക്ക് ഒരുപാട് സാധ്യതയുള്ളതാണ്. അതെ. പിന്നെ കടകംപള്ളിക്ക് ഇതൊരു അഭിമാന പ്രശ്നമാണ്. കടകംപള്ളിയെ അയ്യപ്പൻ കടാക്ഷിക്കുമോ അതോ പിന്നെ ഉറക്കം കെടുത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ശബരിമലയെ തൊട്ട് കളിച്ചിട്ടുള്ളവർക്ക് ആർക്കും നേരെ ചൊവ്വെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിണറായി വിജയന്റെ ഒക്കെ ഉറക്കം യുവതീ പ്രവേശത്തിന് ശേഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഈ കറുത്ത കാറും പിന്നെ ക്ലിഫ് ഹൗസിൽ ഗോശാലയും ഒക്കെ വന്നത്. അതുകൊണ്ട് ഇതൊക്കെ അതിൻ്റെ ഒരു പാപ പരിഹാരാർത്ഥമായിട്ടാണ് പമ്പയിൽ അയ്യപ്പ സംഗമത്തിലേക്കും പോയത്. അത് പിന്നെ തിരിച്ചടിയും ഉണ്ടാകും. അപ്പൊ പിന്നെ കണ്ണികൾ ഇങ്ങനെ നിരനിരയായിട്ട് ജയിലിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ കടകംപള്ളിയും പോകേണ്ടി വരുമോ എന്ന് വരെ ചെന്ന് നിന്നു. ഇപ്പൊ വീണ്ടും മത്സരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ മണ്ഡലം നിറയെ പോസ്റ്ററുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതിൽ കാര്യമില്ലല്ലോ. പോസ്റ്റർ ഇറക്കിയെന്നും പറഞ്ഞുകൊണ്ട് ജനത്തിന് അറിയാം. ഇനി അദ്ദേഹം എത്ര ശരണം അയ്യപ്പൻ്റെ അടുത്ത് പോയി രഹസ്യ പൂജ ചെയ്താലും അയ്യപ്പൻ കടകംപള്ളി സുരേന്ദ്രൻ അവരുടെ കൈവിട്ടു എന്ന് പറഞ്ഞാൽ കൈവിട്ടു. അതിൻ്റെ ഒരു ഇതാണ് ജനങ്ങളുടെ ഇടയിൽ നിയോജക മണ്ഡലത്തിൽ ഞാൻ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പറഞ്ഞ് മറ്റു കാൻഡിഡേറ്റുകളുടെ പോസ്റ്റ്, മുരളീധരൻ്റെയോ കോൺഗ്രസ് നിശ്ചയിക്കുന്ന ആളുടെ പോസ്റ്റ് വരുന്നതിന് മുമ്പ് നിറച്ചത്. പാർട്ടിയുടെ അഭിമാനമാണ് കടകംപള്ളി നിർത്തിയത്. ആദ്യം കടകംപള്ളിക്ക് സീറ്റ് കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞത്. ഒരു വിഭാഗത്തിൻ്റെ, ഒരു മതവിഭാഗത്തിൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു വ്യക്തിയെ കഴക്കൂട്ടത്തുനിന്ന് ജനങ്ങൾ എത്രയായാലും എലക്ട് ചെയ്യുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ശബരിമല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ജനങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അവിടെയാ തൊട്ട് കളിച്ചിരിക്കുന്നത്. അപ്പം അവിടെ പൂജയ്ക്കോ യാതൊരുവിധ കാര്യങ്ങളോ അറിഞ്ഞുകൂടാത്ത തന്ത്രിമാരെ സഹായിക്കുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലുള്ളവരെ അതിനകത്ത് കയറ്റി ഇത്രയും കോപ്രായങ്ങൾ കാണിച്ച് ഒരു വിഭാഗത്തിൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു വ്യക്തി ഹിന്ദു ഭൂരിപക്ഷമുള്ള കഴക്കൂട്ടത്തിന് എലക്ട് ചെയ്യുമെന്ന് കടകംപള്ളിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വിചാരിച്ചാലും അത് കഴക്കൂട്ടം നടക്കുകയില്ല. ആ ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ടാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ കഴക്കൂട്ടത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്തിച്ചത്. ഇന്ന് പഴയ 84 തിരഞ്ഞെടുപ്പ് നേരിട്ട കാലഘട്ടമല്ല ചേട്ടാ. മാക്സിമം 90 വരെയൊക്കെ ഇത്തരത്തിലുള്ള ഉഡായിപ്പുകൾ നടക്കും. ഇപ്പം AI യുഗമാണ്, ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. സ്വന്തം മക്കളോടി തന്നെ അച്ഛൻ തിരിച്ച് AI-യിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കാലങ്ങൾ എത്തിയിരിക്കുന്ന ഈ സമയത്ത് കഴക്കൂട്ടത്ത് ജനത ചിന്തിക്കുവാൻ 2 വട്ടം ചിന്തിക്കും. കടകംപള്ളിക്ക് കൊടുക്കണോ വേണ്ടയോ? അദ്ദേഹം പറയുന്നു, അദ്ദേഹം ചെയ്ത മന്ത്രിയായിരുന്നപ്പോഴും കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തും 10 വർഷത്തെ വികസന നേട്ടമാണ് കഴക്കൂട്ടമാക്കി മാറ്റിയത്. പല ബൈറ്റുകളിലും അദ്ദേഹം പറയാറുണ്ട്, കഴക്കൂട്ടം ഇന്ന് 2ാമത്തെ സിറ്റി നഗരമാണ്. അദ്ദേഹത്തിൻ്റെ കഴിവാണോ? നമുക്ക് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ, ഈ കേരള ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കണമെന്ന് പ്രതിപക്ഷങ്ങളും BJPയും പറയുമ്പോൾ എത്ര കാശ് കൊടുത്താണ് കഴക്കൂട്ടം എന്ന് പറയുന്ന തിരുവനന്തപുരം സിറ്റിയുടെ ടെക്നോ ഡബിൾ നഗരമാക്കി വർദ്ധിപ്പിച്ചത്? കേന്ദ്ര പദ്ധതികളല്ലേ? നമുക്ക് തന്നെ ആലോചിച്ച് നോക്കാം. 1ഉം 2ഉം സ്പേസ് ഉണ്ടായിരുന്ന ടെക്നോ പാർക്കിൽ നേരെ ചേട്ടൻ തന്നെ ആലോചിച്ച് നോക്കണം. 9 മണിക്ക് വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക്, പത്രപ്രവർത്തനത്തിന് വേണ്ടി വരുന്ന വഴിക്ക് എത്ര നേരം കഴക്കൂട്ടത്തിൻ്റെ ടെക്നോ പാർക്കിൽ നിൽക്കേണ്ടി വരും തിരിച്ചൊന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുവാൻ വേണ്ടി ആക്കുളത്തോട്ട്? ഇന്നോ ഇതെല്ലാം 1ാം മോഡി ഗവൺമെൻറ് ഇരുന്നപ്പോലെ ഈ പാത പദ്ധതികളും നാഷണൽ ഹൈവേ പ്രോജക്റ്റുകളും ഒക്കെ വരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പല ന്യായീകരണ തൊഴിലാളികളും ഉണ്ടല്ലോ. വൈകുന്നേരം അന്തിച്ചർച്ചകൾ വന്നിരുന്ന ചാനലുകൾ പറയും, നാഷണൽ ഹൈവേ പിണറായി സർക്കാർ കൊണ്ടുവന്നു, പദ്ധതികൾ കൊണ്ടുവന്നു, കറണ്ട് പദ്ധതികൾ കൊണ്ടുവന്നു, ജനങ്ങൾക്ക് ഇന്ന് അതിദാരിദ്ര്യ സംസ്ഥാനമല്ല. ഇതിൻ്റെയൊക്കെ കാശും ഇതിനുള്ള ഇത് എവിടുന്നാണ് കിട്ടിയിട്ടുള്ളത്? കേന്ദ്രത്തിൽ നിന്നല്ലേ.
അപ്പൊ ആ കേന്ദ്രമന്ത്രിയായിരുന്ന ഒന്നാം UPA നമ്മുടെ മോഡി ഗവൺമെന്റിൽ മന്ത്രിയായിരുന്ന വിദേശകാര്യ പൊതുഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാധനായ മുരളീധരനാണ് കഴക്കൂട്ടത്തിന്റെ വികസനം. റെയിൽവേ എന്തിനേറെ പറയുന്നു, ചെറിയൊരു റെയിൽവേ സ്റ്റേഷനായിരുന്ന കഴക്കൂട്ടം എന്ന് രണ്ടാമത്തെ വലിയ സ്റ്റേഷനാക്കി കഴക്കൂട്ടത്ത് വികസിപ്പിച്ചില്ലേ. ഈ കഴക്കൂട്ടത്തെ ഈ ജാതി സമവാക്യങ്ങൾ ഏത് തരത്തിലാണ് വരുന്നത്? ഏറ്റവും കൂടുതൽ SNDP ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ്. ഒരു 22,000-നും 25,000-നും നേരിയ വ്യത്യാസമേ ഉള്ളൂ. സെക്കൻഡായിട്ട് നിൽക്കുന്ന നായർ സമുദായമാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മറ്റ OBC-യിലുള്ള അതർ ബേക്ക്വേർഡ് കാസ്റ്റിലുള്ളത് മുസ്ലിം സമുദായം മാക്സിമം 20,000-ന് താഴെയുള്ളൂ. ഒരു അല്പ തീരദേശ മേഖലയും വരുന്നുണ്ട്. തീരദേശ കുറച്ച് പൗണ്ട് കടവ് ഇന്ന് ചെന്ന് കയറുന്ന സ്ഥലത്തുള്ള കുറച്ച് CSI വരുന്നേ ഉള്ളൂ. ബാക്കി 88% ഹിന്ദു പോപ്പുലേഷൻ, പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രബലമായ 2 സമുദായങ്ങൾ നായർ ഈഴവ വോട്ട് ബാങ്ക് ഉള്ള ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. ആ ഒരു വോട്ട് ബാങ്ക് സമവാക്യം വെച്ച് നോക്കുന്നതും എന്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് വികസനം കഴക്കൂട്ടത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കഴക്കൂട്ടത്തെ കഴക്കൂട്ടത്താക്കി മാറ്റിയത് കേന്ദ്ര ഗവൺമെന്റ് ആണ്, മുരളീധരനാണ്. രണ്ടാം ഇതിൽ കൊടുത്തിട്ടുള്ള കാശുകളും 3 സ്പേസ് 5 വരെ ആയി വരുന്നു. ടെക്നോ പാർക്ക് ഏകദേശം ഞാക്കുളം വരെ കഴക്കൂട്ടത്തിന്റെ ആ ടെക്നോ സിറ്റിയുടെ നഗരം വളർന്നിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് എല്ലാ നാനാജാതി മതസ്ഥർക്കും കഴക്കൂട്ടത്ത് നിവാസികൾക്കറിയാം. പക്ഷേ ഈ കടകംപള്ളിയുടെ കാര്യത്തിനകത്ത് കടകംപള്ളിക്ക് ചില അനുകൂല ഘടകങ്ങൾ അവിടെ നിൽപ്പുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതായത് എന്തോന്നാണ് അങ്ങനത്തെ ഒരു മണ്ഡലത്തിൽ എപ്പോഴും സജീവം. പിന്നെ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതലായിട്ട് പിന്നെ അത് അദ്ദേഹത്തിന്റെ ഫണ്ടല്ല, കേന്ദ്രത്തിലുള്ള അമൃത് പദ്ധതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം നവീകരിച്ചിട്ടുണ്ട് കേന്ദ്ര ഫണ്ട്. അതിന്റെ നടത്തിപ്പുകാർ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഗവൺമെന്റും ആ അസംബ്ലി മണ്ഡലത്തിലെ MLA ആണ് ചെയ്യേണ്ടത്. അത് ആന്റണി രാജു ചെയ്തിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭീമാവള്ളി ചെയ്തിട്ടുണ്ട്, വെട്ടുകാട് പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കഴക്കൂട്ടത്തുള്ള അണിയൂർ ക്ഷേത്രത്തിന് കൊടുത്തിട്ടുള്ളതും ക്ഷേത്രത്തിന് 10 കോടി മുടക്കിയാണ് ശബരിമല ഇടത്താവളം പണിതത്. കേന്ദ്ര ഫണ്ട്, കേന്ദ്രത്തിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഫണ്ടിനെ നല്ല രീതിയിൽ MLA എന്നുള്ള നിലയിൽ ശ്രീമാൻ കടകംപള്ളി ഉപയോഗിച്ചു. അതില്ലെന്ന് പറയുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഫെഡറൽ സംവിധാനത്തിൽ അമൃത് പദ്ധതിയിൽ ആരാധനാലയങ്ങൾ പുനരുദ്ധരിക്കുവാൻ വേണ്ടി ഒന്നാം മോഡി ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള അമൃത് പദ്ധതികളാണ് കഴക്കൂട്ടത്തെ കിഴക്കും ഭാഗം മഹാദേവ ക്ഷേത്രത്തിന്റെ അവിടുത്തെ 10 കോടി രൂപ കൊടുത്തത്, കോലത്തുങ്കര ക്ഷേത്രത്തിൽ കൊടുത്തത്, നമ്മുടെ ചെമ്പഴന്തിയിലെ ഡെവലപ്മെന്റ് നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും ഡെവലപ്മെന്റിന്റെ പൈസ കേന്ദ്ര ഫണ്ടാണ്. ചേട്ടന് തോന്നുന്നുണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റ് പള്ളികളും കോവിലുകളും നന്നാക്കാൻ കാശ് കൊടുക്കുമെന്ന്? മുരളീധരന് കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം കഴക്കൂട്ടത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ അദ്ദേഹം കഴക്കൂട്ടം മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചത്. എല്ലാവർക്കും അറിഞ്ഞൂടാ, എന്നെ പോലുള്ളവർക്ക് അറിയാം. ഞാൻ ABP-യിൽ കൂടി രാഷ്ട്രീയ സ്വയം സംഘത്തിൽ എനിക്കറിയാം, പണ്ടേ താമസിച്ചിരുന്ന ഉള്ളൂരാണ്. അല്ല, എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കഴക്കൂട്ടം മണ്ഡലത്തിനകത്തെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും മുരളീധരന്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്നുള്ളത്. അല്ല, ഇപ്പോഴും മാത്രമല്ല, പണ്ട് അദ്ദേഹം ABP-യുടെ സംഘടനാ പ്രവർത്തനം 82 മുതൽ 88 വരെ നടത്തുന്ന കാലഘട്ടത്തും ഉള്ളൂർ നീരാഴിയിലാണ് വാടകയ്ക്ക് വീടെടുത്ത് സ്വയം സേവനമായിട്ട് താമസിച്ചിരുന്നത്. ഈ പിന്നെ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്ന ശരചന്ദ്ര പ്രസാദ് ഇടയ്ക്ക് നമുക്കറിയാം കോൺഗ്രസുമായിട്ട് ഉടക്കി പിരിഞ്ഞിങ്ങനെ നിന്നത്. അതെ അതെ അതെ. എങ്ങോട്ടേക്ക് ചാടി പോകും, പുള്ളിയുടെ മുണ്ടുരിഞ്ഞു വിട്ടത്. അപ്പൊ ഈ ശരചന്ദ്ര പ്രസാദിനെയാണ് ഇപ്പൊ ഇവിടെ ഇറക്കിയിരിക്കുന്നത്. അതെ അതെ. അത് പിന്നെ കഴിഞ്ഞ തവണ ഡോക്ടർ SS ലാലാണ് ഇവിടെ മത്സരിച്ചത് 21-ൽ. അന്ന് 3-ാം സ്ഥാനത്ത് പോയി. SS ലാലിനെ കൊണ്ടുവന്നപ്പോൾ പലർക്കും അറിഞ്ഞുകൂടാ. SS ലാലും മിടുക്കനാണ്, അദ്ദേഹത്തിന് കഴിവുള്ള ആളാണ്. IMA-യുടെ പക്ഷെ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് കോൺഗ്രസ്സുകാർക്ക് കഴിയാതെ പോയി. പക്ഷേ ശരചന്ദ്ര പ്രസാദിന് ഒരുപക്ഷെ അതിൽ കൂടുതൽ ജനകീയതയുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ കുറെ നാളായിട്ട് അദ്ദേഹം നിശബ്ദനായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ എടുത്തിയാടിയിരിക്കുകയാണ്. എന്ത് നേട്ടം ഉണ്ടാക്കും ശരചന്ദ്ര പ്രസാദ്? 3-ാം സ്ഥാനത്തേക്ക് പോവുകയുള്ളൂ. ആ രീതിയിലുള്ള പ്രവർത്തനം ഗ്രാസ് റൂട്ട് ലെവൽ വാർഡ് തലത്തിൽ കോൺഗ്രസിന് കമ്മിറ്റികളില്ല. അത് നമുക്ക് ഈ കഴക്കൂട്ടത്ത് നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുവാൻ കഴിയും. കോൺഗ്രസിന് ഇന്ന് പ്രവർത്തക ബാഹുല്യം കുറവാണ്. അതുകൊണ്ട് നമ്മുടെ SS ലാൽ പിടിച്ച വോട്ട് പിടിച്ചാൽ ഭാഗ്യമെന്ന് പറയാം. അവിടെ 25,000-നും 50,000-നും ഇടയ്ക്ക് വോട്ടിന് മുരളീധരെ എലക്ട് ചെയ്യും. ആ രീതിയിൽ കേന്ദ്ര ഫണ്ട്
മുരളീധരൻ അവിടെ രാജ്യസഭ MP ആയിരുന്നപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ നമ്മുടെ ഈ തിരക്ക് കുറയ്ക്കുവാൻ വേണ്ടി അവിടെ ഒരു ഇത് ആക്കുളം ഉള്ളൂർ ജംഗ്ഷനിൽ വന്ന് വരുന്ന ഒരു റോഡുണ്ടല്ലോ, മുരളീധരൻ്റെ പദ്ധതിയാണ്. തിരക്ക് തിരുവനന്തപുരത്തിൻ്റെ മെഡിക്കൽ കോളേജ് വരുവാൻ വേണ്ടി ചെയ്തൊരു ആക്കുളം വഴി വരുന്ന പമ്പ് വഴി വരുന്ന റോഡ്. അത് കഴിഞ്ഞിട്ട് പദ്ധതി ആക്കുളത്തിൻ്റെ രണ്ടാമത്തെ ഡെവലപ്മെൻറ്റ് സെൻ്ററാക്കി മാറ്റി റിസർച്ചിന്. രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുടെ ഒരു യൂണിറ്റ്, റിസർച്ച് യൂണിറ്റ് ആക്കുളത്ത് കൊണ്ടുവന്ന് അവിടെ ഗുരുജി ഗോൾവേക്കർ റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞാക്കിയത് മുരളീധരനാണ്. അതുപോലെ CTCRI കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിലെ ആവശ്യത്തിലധികം റിസർച്ചിനുള്ള സാമഗ്രികൾക്കും എംപ്ലോയികൾ നോർത്ത് ഇന്ത്യയിലായിരുന്നു. കൃഷി ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം നോർത്ത് ഇന്ത്യയിലായിരുന്നു. അത് സൗത്ത് ഇന്ത്യയുടെ ഹെഡായിട്ട് കൊണ്ടുവന്നത് മുരളീധരൻ്റെ കഴിവ് കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന്, അത് കഴിഞ്ഞ് സെസ് സെൻറ്റർ ഫോർ എർത്ത് സയൻസ്. എന്തിനേറെ പറയണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേക രീതിയിൽ ഡോക്ടറേറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് CDs, പ്രശാന്ത് നഗറിൽ. ചേട്ടനറിയാമല്ലോ, ആ CDsന്റെ ഫണ്ട് പോലും കേന്ദ്ര ഫണ്ടാണ്. അവിടെ വരുന്ന സഖാക്കളും ഐസക്കിൻ്റെ എല്ലാം സ്വകാര്യ വികാര കേന്ദ്രങ്ങളാണ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അവിടുത്തെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനം നടത്തുന്നത്. അവിടുത്തെ സഖാക്കൾക്കറിയാം. അവിടെ നടന്നിട്ടുള്ള കേന്ദ്ര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ കഴക്കൂട്ടം മണ്ഡലത്തിലെ നമ്മുടെ സൗരോർജ പദ്ധതി ഉപയോഗിച്ചിരിക്കുന്നത് കേന്ദ്ര പീയൂഷ് ഗോയലിൻ്റെ പദ്ധതി കൊണ്ടുവന്നത് മുരളീധരൻ്റെ കാലത്താണ്. ആദ്യമായിട്ട് സോളാർ പദ്ധതികൾ വീടിൽ വെച്ചത്. അത് കഴിഞ്ഞിട്ട് കുടിവെള്ളത്തിന് വേണ്ടി ഇന്ന് വാട്ടർ വർക്ക്സ് പല സ്ഥലങ്ങളിലും സമരമാണ്. ആക്കുളം പോലുള്ളിടത്ത് വെള്ളം വരുന്ന ഉള്ളൂർ വാട്ടർ വർക്ക്സിൽ ഇന്നും ധർണ നടക്കുകയാണ്. ഇതിനെയൊക്കെ മാറ്റിയിട്ട് പീയൂഷ് ഗോയലിൻ്റെ ഊർജ പദ്ധതി എല്ലാ വീടുകളിലും എത്തിക്കുവാൻ മുരളീധരൻ്റെ ഭരണകാലത്ത് കഴിഞ്ഞു. സാധാരണ അവിടുത്തെ ന്യായവില മെഡിക്കൽ ഷോപ്പുകൾ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ളത് ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലാണ്. അത് കഴിഞ്ഞിട്ട് പ്രാഥമിക രോഗികൾക്ക് വേണ്ട ഈ എക്സ്റേ, സ്കാനിങ്, MRI പോലുള്ള ഇന്ദു ലാബ് ലാറ്റക്സിന് കൊടുപ്പിച്ചത് മുരളീധരൻ ആരോഗ്യമന്ത്രി ഈ നദ്ദാജി ആയിരുന്നപ്പോൾ ചെയ്യിപ്പിച്ച പദ്ധതിയാണ്. അങ്ങനെ പദ്ധതികൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടത്ത് നടന്നിട്ടുള്ള വികസനം ഇടതുപക്ഷത്തിൻ്റെ വികസനമല്ല, അത് നരേന്ദ്രമോദിയുടെ വികസനമാണ്. ആ വോട്ട് മുരളീധരന് സ്കോർ ചെയ്യുവാൻ കഴിയും. അവിടെ നിന്ന് കടകംപള്ളിയെയും ചരചന്ദ്ര പ്രസാദ് ആണെങ്കിൽ അദ്ദേഹത്തിനെയും എല്ലാം പിന്തള്ളിക്കൊണ്ട് ആദ്യമായിട്ട് ഇലക്ഷനിൽ റിസൾട്ട് വരുന്നത് കഴക്കൂട്ടത്ത് നിന്ന് BJPയുടെ നേമത്തിനെക്കാളും എണ്ണുകയാണ് എങ്കിൽ താമര വിജയിക്കുമെന്ന് പറയുന്നത് കഴക്കൂട്ടത്തായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.